അമേരിക്കയിലെ ഷിക്കാഗോ സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന മലയാളി വൈദികരുടെ മഹാസംഗമമാണ് മലയാളി പ്രീസ്റ്റ് കൊയിനോനിയ. ഈ സംഗമം നടക്കുന്നത് മയാമി അവർ ലേഡി ഓഫ് ഹെൽത്ത് കാത്തലിക് ഫോറിൻ ചർച്ചിൽ വെച്ചാണ്. അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ കോൺഗ്രിഗേഷനുകളിലും വിവിധ രൂപതകളിലുമായി ശുശ്രൂഷ ചെയ്യുന്ന മലയാളി വൈദികരെ ഒരുമിച്ച് ചേർത്തുള്ള ഇതം പ്രഥമമായ ഒരു സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നവംബർ 18-19 നടക്കുന്ന നമ്മുടെ രൂപതയുടെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് രൂപത നമ്മളെ ചുമതലയേൽപ്പിച്ചിരിക്കുന്ന പ്രീസ്റ്റ് കൊയിനോനിയയുടെ നമ്മളൊരു കിക്ക് ഓഫ് ഇപ്പോൾ ഇവിടെ നടത്തുകയാണ്. എല്ലാവരുടെയും ആശീർവാദത്തോടെ ബഹുമാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ മുകളിലേക്ക് ഉയർത്തുന്നതാണ്. അതിൻ്റെ പബ്ലിസിറ്റി കോർഡിനേറ്റർ ജോയി കുറ്റിയാനിയെ ക്ഷണിക്കുന്നു. ക്രൈസ്തവ സാക്ഷ്യത്തിന് നേതൃത്വം നൽകുന്ന ചിക്കാഗോ രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മലയാളി പുരോഹിതരുടെ വൈദികരുടെ ഒരു കൂട്ടായ്മ ഇദംപ്രദമായി സംഘടിപ്പിക്കുകയാണ്. ചക്രവാളത്തിന്റെ അപ്പുറത്തേക്ക് പറത്തിവിടുന്ന ഈ ഹീലിയം നിറച്ച ബലൂണ് ഒരു സിംബോളിക്കായിട്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഈ ആകാശ വിധാനത്തേക്ക് സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന് ഇവിടെ ഈ ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംരംഭം ഈ സാക്ഷിയായി തീരുകയാണ്. ആകാശം മാറും, ഭൂതലവും മാറും, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻവചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈ മഹാസമ്മേളനത്തിൻ്റെ ചെയർമാനും ഇടവക വികാരിയുമായ ഫാദർ ജോർജ് എളമ്പാശ്ശേരിൽ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ഈ മലയാളി പ്രീസ്റ്റ് കൊയിനോനിയെക്കുറിച്ച് ഒരു 2 വാക്ക് പറയുമോ? നമ്മുടെ രൂപതയുടെ ഷിക്കാഗോ രൂപതയുടെ തുടങ്ങിയിട്ട് 25 വർഷം 2026 പൂർത്തിയാകുകയാണ്. രൂപതയുടെ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയെ രൂപത ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ മഹാസമ്മേളനം. അത് ഈ വർഷം നവംബർ 18-19 തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അമേരിക്കയിൽ 500-ലധികം മലയാളി വൈദികരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും സീറോ മലബാർ സഭയിൽ ഏതാണ്ട് 80ഓളം വൈദികർ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റ് ലാറ്റിൻ സഭകളിലെ മറ്റ് കോൺഗ്രിഗേഷനുകളായിട്ട് പഠനം, അങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൽ നിന്നുള്ള 500-ലധികം വൈദികരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ടും പല മീറ്റിംഗ് അച്ഛന്മാർ കൂടിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അമേരിക്കയിലെ മുഴുവൻ സഭകളുടെയും ലാറ്റിൻ സഭ, മലങ്കര സഭ, അതുപോലെ തന്നെ സീറോ മലബാർ, ജ്ഞാനായ കാത്തലിക്ക്, വിവിധ കോൺഗ്രിഗേഷൻ ഇവയെ എല്ലാവരുടെ ഒരുമിച്ച് കൂട്ടിയുള്ള ആദ്യത്തെ സമ്മേളനമാണ് അമേരിക്കയെ സംബന്ധിച്ച് നടക്കുന്നത്. തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഇടവകയ്ക്ക് ആ ഒരു അനുഗ്രഹം ലഭിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു വൈദികരുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ വൈദിക സമ്മേളനത്തിൻ്റെ വിവിധ കമ്മിറ്റികളിൽ വർക്ക് ചെയ്യുന്ന ചെയർമാൻമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അച്ഛാ, ഈ വൈദിക സമ്മേളനത്തിൻ്റെ കമ്മിറ്റി ചെയർമാൻമാരെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഞങ്ങളുടെ ട്രസ്റ്റി ജോഷി സി ജോസഫ് ജനറൽ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിനാൻസിൻ്റെ ജോസ് CPA ഫിനാൻസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പബ്ലിസിറ്റിയുടെ കൈകാര്യം ചെയ്യുന്നത് ജോയി കുറ്റിയാനിയാണ്. അതോടൊപ്പം തന്നെ റിസപ്ഷൻ കമ്മിറ്റിയുടെ അക്കാമ ബേബിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് കമ്മിറ്റിയിൽ തന്നെ ഉള്ളതാണ് ഡേവിസ് പുളിക്കൻ. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കമ്മിറ്റിയിലുള്ളതാണ് ജെയ്മോൾ ജിജി. റിസപ്ഷൻ കമ്മിറ്റിയിലുള്ളതാണ് സിജി ഡെന്നി. അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിമാർ ജോബി പനക്കൽ. അതുപോലെ തന്നെ നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിയിലുള്ളതാണ് ഡേവിസ്. അങ്ങനെ വിവിധ കമ്മിറ്റികളായിട്ട് 40-ലധികം പേര് പങ്കെടുത്തുകൊണ്ട് വളരെ സുന്ദരമായിട്ട് ഈ
കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കോറൽ സ്പ്രിംഗ് അവർ ലേഡി ഓഫ് ഹെൽത്ത് ഫോറൻ ചർച്ച് എല്ലാ കാര്യത്തിലും വളരെ മുമ്പിലാണ്. എല്ലാ കാര്യത്തിലും സഹകരിക്കാനായിട്ടും കൂട്ടായ്മയിലും പങ്കാളിത്തത്തിലും അമേരിക്കയിലെ മുഴുവൻ ഇടവകയ്ക്കും ഒരു മാതൃകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഈ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ഈ ഇടവകജനത്തോടൊപ്പം വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ഏറെ സന്തോഷമുണ്ട്. എല്ലാവരെയും നവംബർ 18-19 പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്യുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യകാതനങ്ങളിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമേശു ദൈവജൻ വിശ്വസിപ്പുമത്യരാം ഞങ്ങളങ്ങയിൽ ദേവസൂനു ദൈവമാണേക സത്തയിൽ ലോകസൃഷ്ടി പൂർത്തിയായ സെൻറ് തോമസ് സീറോ മലബാർ ഡയസ് ഓഫ് ഷിക്കാഗോ രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അടുത്ത 2026 ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അതിനു മുന്നോടിയായി കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ വന്നിട്ടുള്ള എല്ലാ കത്തോലിക്ക വൈദികരുടെ പല മേഖലകളിലായി അമേരിക്കയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛന്മാരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു മഹാവൈദിക സമ്മേളനം നവംബർ മാസത്തിൽ 18-ാം തീയതിയും 19-ാം തീയതിയുമായി ഫ്ലോറിഡ എന്ന സ്റ്റേറ്റിൽ മയാമിയിലെ അവർ ലേഡി ഓഫ് ഹെൽത്ത് കാത്തലിക് ഫൊറൈൻ ചർച്ചിൽ വെച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ വികാരിയച്ഛനായ ഫാദർ ജോർജ് എളമ്പശ്ശേരിയൽ എൻ്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. ഏകദേശം 10-30 പേര് ഇതിനുവേണ്ടി പല രീതിയിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും ഈ വേദിയിൽ ഈ ഒരു സമ്മേളനത്തിലേക്ക് എല്ലാവരെയും നവംബർ 18 ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.